പർച്ചേസ് റിട്ടേണിനെ കുറിച്ചാണ്. ഓക്കെ, നമ്മൾ ഓൾറെഡി പർച്ചേസ് ട്രാൻസാക്ഷൻസ് ഒക്കെ എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നത് പഠിച്ചതാണ്. അപ്പോൾ നമ്മുടെ പേജ് ഫൈലിൽ പർച്ചേസ് റിട്ടേൺ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നതാണ് പർച്ചേസ് റിട്ടേൺ എത്ര എമൗണ്ട്സ് ആണ് നമ്മൾ റിട്ടേൺ ചെയ്യുന്നത്. 2 ടിവിയും 2 ലാപ്ടോപ്പും. അതായത് നമ്മൾ വെണ്ടർ പർച്ചേസ് നടത്തുന്നത് 2 ടിവിയും 2 ലാപ്ടോപ്പും നമ്മൾ എന്ത് ചെയ്യുകയാണ്, റിട്ടേൺ ചെയ്യുകയാണ്. അപ്പോൾ ഈ ട്രാൻസാക്ഷൻസ് എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം വെണ്ടർ ആൻഡ് പർച്ചേസിൽ നിന്നും ക്രെഡിറ്റ് ആൻഡ് റിട്ടേൺസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അവിടുന്ന് ന്യൂ വെണ്ടർ ആൻഡ് ക്രെഡിറ്റ് മെമ്മോ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ ടാസ്ക് ബാറിൽ നിന്നിട്ട് വെണ്ടർ ക്രെഡിറ്റ് മെമ്മോ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ടും നമുക്ക് എന്ത് ചെയ്യാം, പർച്ചേസ് റിട്ടേൺ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ പർച്ചേസ് റിട്ടേൺ ചെയ്യുമ്പോഴും നമ്മൾ ആ പർച്ചേസിന് കൊടുത്ത വെണ്ടർ ഐ ഡി, പിന്നെ ഡേറ്റ്, ക്രെഡിറ്റ് നമ്പർ, പിന്നെ അപ്ലൈ ടു ഇൻവോയ്സ് നമ്പർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നമ്മൾ പർച്ചേസ് ബിൽ നമ്പറാണ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ സ്റ്റോക്ക് എടുത്തൊക്കെ സെലക്ട് ചെയ്തിട്ട് ക്വാണ്ടിറ്റി കൊടുത്തിട്ട് സേവ് ചെയ്യുന്നു. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഡെയിലി ഇൻറ്റു ആയിരിക്കും കാണാൻ പറ്റുന്നത്. ഇത്രയും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് നോക്കാം, റിപ്പോർട്ട്സ് ആൻഡ് ഫോംസിൽ നിന്നും അക്കൗണ്ട്സ് പേയബിളിനകത്തു നിന്നും പർച്ചേസ് ജേണൽ അല്ലെങ്കിൽ ഐറ്റം പർച്ചേസ് ഫ്രം വെണ്ടർ എന്നുള്ള ഈ റിപ്പോർട്ട് വേണ്ടിയിട്ട് നമുക്ക് പർച്ചേസ് റിട്ടേൺ റിപ്പോർട്ട് ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം.